ഇംഗ്ലീഷ് വിത്ത് എസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരും. നോക്കാം. ആരോമൽ എന്ന ഒരാൾ മറ്റൊരാളിനോട് ചോദിക്കുന്നു, ഹൗ ആർ യു? ഹൗ ആർ യു? അതിന് ആരോട് ചോദിച്ചു നമുക്ക് എഴുതാം? സനോജ്. സനോജ് എഴുതിയപ്പോ സഞ്ജോ എന്നായി. എന്താ സനോജ്? ഇഷ്ടമുള്ള പേര് എഴുതാം. ഞാൻ ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഐ ആം ഹെൽത്തി. ഇങ്ങനെ കണ്ടല്ലോ. ഇത്രയും വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? താഴൊരു ചോദ്യം. ആരോമൽ ആരോടാ ചോദിക്കുന്ന? സനോജിനോടാണ്. അപ്പൊ ആരോമൽ സനോജിനോട് ചോദിച്ചു ചോദിക്കാൻ വാട്ട് ഡസ് ആരോമൽ ആസ്ക് ആരോടാ? സനോജ്. ഇതാണ് ചോദ്യം. അടുത്ത സനോജിന് മറുപടി കൊടുക്കണം. എന്താണ് സനോജ് പറഞ്ഞു എന്നാണ് ചോദിക്കേണ്ടത്. വാട്ട് ഡസ് സനോജ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. സനോജ് റിപ്ലൈ എന്നെഴുതുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത എന്നത് ആദ്യത്തിൽ ഡസ് ആസ്ക് എന്നും രണ്ടാമത്തതിൽ ഡസ് റിപ്ലൈ എന്നുമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് പ്രസന്റ് ടെൻസിലാണ്. ഇത് ഈ സെന്റൻസിലെ വെർബാണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് പറയുന്നത് മെയിൻ വെർബ് എന്നാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ് പറയുക. മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് എഴുതാം. ആരോമൽ. ഇതിന്റെ ആൻസർ ആരോമൽ. ഇവിടെ എന്താ ചോദ്യം? ഡസ് ആസ്ക് എന്നാണ്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഡസ് പ്ലസ് ആസ്ക് ആസ്ക്സ്. ആരോമൽ ആസ്ക്സ്. ആരോമൽ ആരോടാ ചോദിച്ചത്? സനോജിനോടാണ്. ആരോമൽ ആസ്ക്സ് സനോജ്. സനോജ് സനോജിനോട് എന്താണ് ചോദിച്ചത്? ഹൗ ആർ യു? ഇനി നമുക്കിവിടെ വേണ്ടത് കണക്റ്റിംഗ് വേർഡ് ആണ്, കൺജങ്ഷൻ. ഇവിടെ ഈ സെന്റൻസ് ആരംഭിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡിലാണ്. ക്വസ്റ്റ്യൻ വേർഡിൽ ആരംഭിച്ചാൽ ആ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് ഇവിടത്തെ കൺജങ്ഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ ഹൗ എന്നത് അതുപോലെ എഴുതാം. ഹൗ ഹൗ. ഇനി അടുത്തടുത്ത സബ്ജക്റ്റ് ആണ് വരേണ്ടത്. സബ്ജക്റ്റ് ഏതാ? യു. ആ യു എന്ന് പറയുന്നത് ആരെ റെപ്രസെന്റ് ചെയ്യുന്നു? സനോജിനെ. അപ്പോൾ യു എന്നത് ഇവിടെ ഹി എന്ന് എഴുതണം. ഹി. ഹൗ ഹി. ഇനി ഇവിടെ ഉള്ളത് എന്താ? ആർ എന്ന് പറയുന്ന വെർബാണ്. ഇത് സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ളത് ആ വെർബ് പാസ്റ്റ് ടെൻസിലേക്ക് മാറണമെന്നാണ്. പക്ഷെ ഇവിടുത്തെ മെയിൻ വെർബ്, റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്സ് എന്നാണ്. അത് പ്രസന്റ് ആയതുകൊണ്ട് ഈ ആർ എന്ന വെർബ് ഇവിടെയും പ്രസന്റ് ആയിട്ട് വരണം. പക്ഷെ ആർ എന്ന് തന്നെ ഇവിടെ വരുന്നില്ല. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് എന്തായിട്ട് മാറി? ഹി എന്ന് ചേഞ്ച് ചെയ്തു. അത് സിംഗുലർ ആണ്. അതിനാൽ ആർ എന്നത് ഇവിടെ വരുമ്പോ ഈസ് എന്ന് മാറുന്നു. ഹൗ ഹി ഈസ്. സോ സിമ്പിൾ.